ഏറ്റവും പാടുള്ള സാധനം ഇതാ വാഴയുടെ ഈ സാധനം ഒരുവിധം കാര്യത്തിൽ ഒന്നും ജയിക്കുന്നില്ല. മെയിൻ ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളൊരു വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആകുന്നതിനുള്ള ടൈം പീരീഡ് നിശ്ചയിക്കുന്നത് അതിന്റെ വോളിയമാണ്. അതിന്റെ സൈസ് നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്ര ഫാസ്റ്റ് ആയിട്ട് അത് കമ്പോസ്റ്റ് ആകും. അപ്പൊ നമുക്കിപ്പോ നമുക്കറിയാം ഈ ജൈവമാലിന്യത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാലിന്യമായിട്ട് വരുന്നത്. അപ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കണ്ട പോലെ ഒരുപാട് വലിയ സാധനങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ പഴയെടുത്തതിന് ശേഷമുള്ള വാണി വരുന്നത്, തണ്ണിമത്തൻ, അതുപോലെ വലിയ സൈസിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കമ്പോസ്റ്റ് ആകുന്നുണ്ട്. നോർമൽ ടൈമിൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ ഒരു 60-70 ദിവസം എടുക്കുന്ന സാധനം നമുക്ക് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസത്തിന് താഴത്തേക്ക് ആ പ്രോസസ്സിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വോളിയം ഉണ്ട്. നമുക്കൊരു 1000 കിലോ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു 10 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 5 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി. അപ്പോൾ ആ ഒരു ടൈം കൺസപ്ഷനും നമ്മുടെ ഒരു സ്പേസ് കൺസപ്ഷനും നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ടാണ് ഇതുപോലുള്ള മെഷീനറികൾ ഉപയോഗിക്കുന്നത്.